യൂസിങ് ആണ് ഇതെല്ലാം, 1 man യൂസിങ് ആണ്. എങ്ങനെയുണ്ട് വാങ്ങിക്കുന്ന ഇതിൽ ഓർഡർ ചെയ്യണം കേട്ടോ. ഇത് കൺഫേം ആണ് ഉപയോഗിക്കുന്നത്, വാങ്ങിക്കുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടും. ബോക്സ് പുതിയതാണ്, ഓപ്പൺ പീസാണ് ഗൈസ്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പീസ് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ, ഉപയോഗിച്ചിട്ടൊന്നുമില്ല. കണ്ട AMOLED ഡിസ്പ്ലേ വരുന്ന, ഡിസ്പ്ലേ ഫിംഗർ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. ക്യാമറ ക്വാളിറ്റി അതുഗ്രൻ ക്യാമറ, ഹൈലൈറ്റ് സാധനമാണ്. ഒരുപാട് കസ്റ്റമറിൻ്റെ നിന്ന് വാങ്ങിച്ച സാധനമാണ്. ഇതൊരു ഒരു പരാതിയും എനിക്ക് വന്നിട്ടില്ല. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സ്മാർട്ട് ഫോൺ, 5G സ്മാർട്ട് ഫോൺ, യൂസ്ഡ് 5G സ്മാർട്ട് ഫോൺ എല്ലാം വാറണ്ടിയുള്ള ബോക്സ് പീസുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഓണമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഫ്രഷ് ഫോൺ എടുക്കാനും യൂസ്ഡ് ഫോൺ എടുക്കാനും ക്ലീൻ പീസായിട്ടുള്ള നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങി കിട്ടുന്ന രീതിയിലുള്ള സ്മാർട്ട് ഫോൺ എടുക്കാനൊക്കെ വെയിറ്റ് ചെയ്ത് എവിടെ നിന്ന് എടുക്കാനൊക്കെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീഡിയോ ഇട്ടു. അപ്പോൾ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഭംഗിയായിട്ട് ഞാൻ കൊറിയർ ചെയ്ത് നിങ്ങൾക്ക് തരും. അല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഗൈസ് ഇത് iPhone 13 ഇതിൻ്റെ വീഡിയോ വലുതായിട്ട് ആരും കണ്ടിട്ടില്ല. ഇതിൻ്റെ വീഡിയോ ഇതെങ്ങനെയാണ് നമ്മൾ നിങ്ങൾക്ക് ഗീവ് തരുന്നത്. വളരെ 1, 2, 3 പേരൊക്കെയാണ് എന്നെ വിളിച്ചത് ഇതിന് വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് വിളിച്ചവർ 3-4 പേരേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആരും വലുതായിട്ട് ഞാൻ കാണുമ്പോൾ നമുക്ക് വ്യൂവേഴ്സ് കാണുമ്പോൾ അറിയാം, വലുതായിട്ട് ആരും ഇതിൻ്റെ വീഡിയോ ഈ ഗീവ് ആയിട്ട് കൊടുക്കുന്ന വീഡിയോ ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് iPhone 13 ആണ് കേട്ടോ. യൂസ്ഡ് സാധനമാണ്. നമ്മൾ ഒരുപാട് വിളിച്ച് പരാതിയൊക്കെ പറഞ്ഞു കേട്ടോ. 2-3 വിളിച്ച് പറഞ്ഞു നമുക്ക് പുതിയൊരു ഫോൺ ഇട്ടൂടെ, എന്തിനാണ് യൂസ്ഡ് ഫോൺ ഇട്ടണമെന്ന് ഒരാൾ വിളിച്ച് നമ്മളെ ഒരു താക്കി തന്നു. ഇപ്പം വേറൊന്നുമല്ല, അത് കുറ്റം പറയുന്നതല്ല. ഇപ്പം അതിനുള്ള നമുക്ക് അത്ര സബ്സ്ക്രൈബർ ഇല്ല. നമ്മൾ ഒരാട്ട ഗീവ് നമുക്ക് എന്തെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മുടെ ചാനലുണ്ട്, ആരെങ്കിലും നമ്മൾ വേഴ്സിന് വേണ്ടി എന്തെങ്കിലും സ്പോൺസർ ചെയ്യുന്നത് എത്ര സബ്സ്ക്രൈബ് ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നും ആയില്ല, നിങ്ങൾ കുറേ നാളായില്ലേ, ഇതൊക്കെ ഒന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ നമ്മൾ അത് ചെയ്യത്തില്ല, വലുതായിട്ട് നമ്മളങ്ങ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ഫോണിൽ തരാനായിട്ട് പറ്റും. നിങ്ങളുടെ സബ്സ്ക്രൈബ് നമുക്ക് മുഖ്യം ബിഗിലെന്ന് പറയുന്ന പോലെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ഉള്ളതിൽ ഒരാൾക്ക് നമ്മൾ ഈ ഫോൺ കൊടുക്കും. നമ്മുടെ ചാനൽ വ്യൂവേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, സ്മാർട്ട് ഫോൺ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും. എല്ലാം വാറണ്ടി പീസാണ്. അപ്പോൾ ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത് വെച്ചാൽ റിയൽമിയുടെ 13C 5G സ്മാർട്ട് ഫോണാണ്. പോളി ഗൈസ്. ഇത് വന്നിട്ട് അങ്ങനെ ചവർ പോലെ ഉപയോഗിച്ച പീസൊന്നുമല്ല, നല്ല വൃത്തിയായിട്ട് ഉപയോഗിച്ച പീസാണ്. യൂസ്ഡ് സാധനമാണ്, ഫ്രഷ് അല്ല. കാണുമ്പോൾ യൂസ്ഡ് തോന്നുന്നുണ്ടോ? ഫ്രഷ് വല്ല ഇരിക്കുന്നത്, ജസ്റ്റ് ഓപ്പൺ പീസ് പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ സാധനം പൊളിയാണ്. സൈഡോ അങ്ങനെ പൗച്ചിട്ട സ്ക്രാച്ചോ അങ്ങനെയുള്ള യാതൊന്നുമില്ല. 8GB റാമിൽ 128 സ്റ്റോറേജൊക്കെ ഉണ്ട്. പൊളി സാധനം ഗൈസ്. ഇത് വന്നിട്ട് ഗൈസ് 7500 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. റെഡ്മി 13C. തൊട്ടടുത്തൊരു കിടിലൻ സാധനം ചെയ്യുന്നത് അല്ലേ, അതെടുക്കാം. ഇത് വന്നിട്ട് 14C ആണ്, റെഡ്മിയുടെ 14C 5G. ഇതും 8GB റാമിൽ 128 ഒക്കെ വരുന്നതാണ്. ക്ലീൻ പീസ്, ക്ലീൻ മുട്ടായി പീസ് എന്നോണം പറയാൻ, അമ്മായി സാധനം. ഇതും അധികം ഈ ചവർ പോലെ ഉപയോഗിച്ച് കുളവാക്കിയ പീസൊന്നുമല്ല, ഫ്രഷ് കിടിലൻ പീസാണ്. ആർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ കൂടിയാണ് അല്ലേ ഇത്. ഡിസ്പ്ലേ ക്വാളിറ്റി അങ്ങനെ തന്നെയാണ്, സൂപ്പർ ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ് ഇതിനുള്ളത്. പിന്നെ 8GB റാം 128 സ്റ്റോറേജുള്ള നല്ലൊരു പീസ്, നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു പീസാണ്. എനിക്ക് തോന്നുന്നു 13C ഇത് കുറച്ചുകൂടെ കൊള്ളാമെന്ന് തോന്നുന്നു. 8500 രൂപയാണ് ഗൈസ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കൊള്ളാം, 8000 രൂപയ്ക്ക് പുതിയ പീസാണ്. നമ്മൾ അടുത്ത വിവോയുടെ ഒരു V29e ഏറ്റവും പൊന്നെ ഗൈസ്. ഇത് എന്നിട്ട് 8GB റാമിൽ 256 സ്റ്റോറേജ് വരുന്ന ഒരു കർവ് ഡിസ്പ്ലേ വരുന്നു. ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി അറിയാമല്ല, മറ്റുള്ള ഫോണിനേക്കാളും ഒരു വ്യത്യസ്തമായ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് കൊള്ളാം, എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന കർവ് ഡിസ്പ്ലേ കൂടെ ആയതുകൊണ്ട്. ക്യാമറ ക്വാളിറ്റിയൊക്കെ അറിയാമല്ലോ, വിവോയിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം ക്യാമറയൊക്കെ മാസമായിട്ടാണെന്ന്. പിന്നെ വന്നിട്ട് ഗൈസ് 15500 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ബോഡി കണ്ടീഷനെല്ലാം കൊള്ളാം, നല്ല വൃത്തിയുള്ള പീസിലാണ് ഇരിക്കുന്നത്. എല്ലാം വാറണ്ടിയും വൃത്തിയും ഉണ്ട്, അതാണ് ഇതിൻ്റെ ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗൈസ്. ഇത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാകും ഗൈസ്. ഒരുപാട് വിളിച്ച് ചോദിക്കുന്നൊരു മോഡലാണ് F27 5G ഓപ്പോടെ. ഇതും ക്ലീൻ പീസാണ് കേട്ടോ, വിത്ത് വാറണ്ടിയോടെ ബോക്സ് പീസാണ്, ഫുൾ ആക്സസറീസോട് കൂടി നിങ്ങൾക്ക് ഒരു 15 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങാം. 8GB റാം 128 സ്റ്റോറേജ് വരുന്ന ഒരു പൊളി സാധനം. സൈഡ് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരു കുറ്റം പറഞ്ഞിട്ട് യാതൊന്നും ഇതിലില്ല, അത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നും പറയാനൊന്നുമില്ല. സൂപ്പർ സാധനം, ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും ഗൈസ്. പിന്നെ ഒരു 10 അടുപ്പിച്ചൊരു 12 രൂപ റേഞ്ചിലൊരു റിയൽമി 11 5G സെറ്റിരിപ്പുണ്ട്. ഇത് കൊള്ളാം, അത്യാവശ്യം പൗച്ചൊന്നും ഇടാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ സാധനം. ഡിസ്പ്ലേ ക്വാളിറ്റി എല്ലാം പൊളി സാധനമാണ്.
ഇത് വന്നിട്ട് ഡബിൾ ക്യാമറ വരുന്നുണ്ട്, ഗോൾഡ് കളറാണ്, പൊളി, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിലും ബോഡി സ്ക്രാച്ച് ഒന്നും ഇല്ല കേട്ടോ, സൂപ്പർ ആയിട്ടിരിക്കുള്ള സാധനം. ഇതിൻ്റെ സ്റ്റോറേജ് വന്നിട്ട് ഇതാ 128, ഒരു 8 GB റാം, 128 സ്റ്റോറേജും ഉണ്ട്. ഇത് വന്നിട്ട് 11 രൂപയാണ് പ്രൈസ് വരുന്നത്. പിന്നെ വിവോയുടെ Y200E 5G ഇത് വന്നിട്ട് ഗൈസ് 14,500 പ്രൈസ് വരുന്നത്. പുതിയ സാധനം, പുതിയ സാധനം എന്ന് പറഞ്ഞാൽ പുതിയ സാധനം. ഇതിനങ്ങനെ വലിയ ഉപയോഗിച്ച് കൈമാറി വൺ മാൻ യൂസിങ് ആണ് ഇതെല്ലാം, വൺ മാൻ യൂസിങ് ആണ്. എങ്ങനെയുണ്ട് പറയുമ്പോൾ അതിനൊരു മഹിമ തന്നെ അല്ലേ. സാധനമുള്ള 8 GB റാം, 128 സ്റ്റോറേജ് വരുന്ന ഒരു പൊളി ഐറ്റം. പിന്നെ ഒരു പോക്കോടെ ഒരു 9,000 രൂപയ്ക്ക് 5G സെറ്റ് വേണമെങ്കിൽ 10 രൂപയ്ക്കുള്ളിൽ ഒരു 6 GB റാം, 64 സ്റ്റോറേജ് ഒക്കെ വരുന്ന ഒരു പോക്കോടെ സെറ്റ്, 128 സ്റ്റോറേജും വരും, പോക്കോടെയാണ്. ഇത് വന്നിട്ട് 9,500 രൂപയ്ക്കാണ് പ്രൈസ് വരുന്നത്. പിന്നെ ഇതിൽ കുറഞ്ഞത് 8,500 സാധനം വരും. ഒരു സാംസങ് ഒരുപാട് ചോദിക്കുന്ന മോഡലാണ് കേട്ടോ, A14 5G. വാവ് ഗൈസ്, ഇത് ഒരു 9,500 രൂപയാണ് പ്രൈസ് വരുന്നത്. എല്ലാം ഒറിജിനലാണ്, ഇത് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, വാറൻറ്റി ബോക്സ് പീസാണ്. സാധനം കൊള്ളാം, ആവശ്യമുണ്ടെങ്കിൽ. ഇതും സ്റ്റോറേജ് കുറവായിരിക്കും കേട്ടോ, സാംസങ് അല്ലേ. അപ്പം ഒരു 4 GB റാമിൽ 64 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി, വേറെ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. സാംസങ് അങ്ങനെയൊക്കെ വരുള്ളൂ ഗൈസ്. ഇത് കൊള്ളാം, ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ A14 5G ആണ് കേട്ടോ, ഇത് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ A16 5G ലേറ്റസ്റ്റ് മോഡലാണ്, 1 ഇയർ വാറൻറ്റിയുള്ള ബോക്സ് പീസാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ, സെറ്റ് സിം ഇട്ടിട്ടില്ല, സിം സ്ലോട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഓപ്പൺ പീസാണ് ഗൈസ്. 12 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 128 സ്റ്റോറേജ് ഉണ്ട്, 1 ഡേ പോലും യൂസ് ചെയ്തിട്ടില്ല, 1 വർഷം 1 ഇയർ വാറൻറ്റി വരുന്ന ഒരു ബോക്സ് പീസാണ് ഇത്. എങ്ങനെയുണ്ട്? 13 രൂപയാണ് പ്രൈസ് വരുന്നത്. എന്തുകൊണ്ട് ലാഭമാണ് ഗൈസ്. അതിൻ്റെ ബാക്കെല്ലാം പൊളി കേട്ടോ, കാണാൻ നല്ല ലുക്കായിട്ടിരിക്കുന്നത്, കാണാനായിട്ട് നല്ല സൂപ്പറായിരിക്കും കേട്ടോ. വാങ്ങിക്കുന്നത് ഇതിൽ ഓർഡർ ചെയ്യണം കേട്ടോ, ഇത് കൺഫേമാണ് ഉപയോഗിക്കുന്നത്, വാങ്ങിക്കുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടും. ബോക്സ് പുതിയതാണ് കണ്ടല്ലേ. അപ്പം ഒരു ദിവസം പോലും ഉപയോഗിക്കാത്തൊരു ബോക്സ് പീസാണ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ തരുന്നത്. സൂപ്പറായിട്ടുണ്ടല്ലേ കാണാൻ, നല്ല രസമുണ്ട്. അപ്പോൾ ഗൈസ് ഇത് വന്നിട്ട് A06 5G, സാംസങ്ങിൻ്റെ A06 5G, ഇതും 128 ജസ്റ്റ് ഓപ്പൺ പീസാണ് ഗൈസ്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പീസ് എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ, ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഗൈസ്. ഇത് വന്നിട്ട് 14 രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനോട് കോൺടാക്റ്റ് ചെയ്യും. 14 ഒന്നുമില്ല ഗൈസ്, ഇത് വന്നിട്ട് ഒരു 13 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗൈസ് എത്രയും പെട്ടെന്ന് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും. മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസാണ്, നമ്മൾ വലിയ എമൗണ്ട് ഒന്നും ഇടുന്നില്ല, എല്ലാം ഡിസ്കൗണ്ട് പ്രൈസാണ്. ഇത് ജസ്റ്റ് ഓപ്പൺ പീസാണ്, യൂസിങ് പീസ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഓപ്പൺ പീസാണ്. പിന്നെ നിങ്ങൾക്ക് ബോക്സ് ഇല്ലാത്ത കുറച്ച് പീസ് 5G ഫോൺ ഉണ്ടെങ്കിലും അത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ബോക്സ് വരത്തില്ല ഇതിൻ്റെ കൂടെ, അതിൻ്റെ ചാർജറോ അക്സസറീസോ യാതൊന്നും വരത്തില്ല. സാധനം കൊള്ളായിരിക്കും. നമ്മൾ ബോക്സ് കൂടെ വാങ്ങിക്കുന്നതിൻ്റെ അങ്ങോട്ട് ഒരു 500-600 രൂപയെ കുറവ് വരുള്ളൂ, വലിയ ഒരു കുറവൊന്നും വരില്ല. അങ്ങനെ കുറച്ച് മോഡൽ സ്മാർട്ട് ഫോണിലുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഇത് C30 ആണ്, നേരത്തെ കാണിച്ചില്ലേ ബോക്സ് പീസ്, അതിൻ്റെ തന്നെ ബോക്സ് ഇല്ലാത്തൊരു പീസാണ്. ഒരു 1000-500 രൂപയൊക്കെ മാറി ചിന്തിച്ചാൽ മതി നമുക്ക്. സാധനം വൃത്തിയൊക്കെ ഉണ്ട്, വലിയ വൃത്തിയായിട്ടൊന്നുമില്ല, ബോക്സ് ഇല്ല എന്നുള്ള ഒറ്റ കുറവേ ഉള്ളൂ. കാണാൻ ലുക്കൊക്കെ ഉണ്ട്, ലുക്ക് മതി, പിന്നെ എന്തിന് വേറെ ഗൈസ്. പിന്നെ ഒരു LED ഡിസ്പ്ലേ ഒക്കെ വരുന്നൊരു Oppo F19 Pro Plus, 8 GB റാം, 256 സ്റ്റോറേജ് ഗൈസ്. പാസ്വേഡ് ഒക്കെ കിടപ്പുണ്ട്. സാധനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യട്ടോ, 5555. കണ്ട AMOLED ഡിസ്പ്ലേ വരുന്ന, ഡിസ്പ്ലേ ഫിംഗർ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. ക്യാമറ ക്വാളിറ്റി അതുഗ്രൻ ക്യാമറ ക്വാളിറ്റിയൊക്കെ വരുന്നൊരു സെറ്റാണ്. ആവശ്യമുണ്ടെങ്കിൽ ഗൈസ് കോൺടാക്ട് ചെയ്യും. 9,500 പ്രൈസ് വരുന്നത്. ഇതും ഓപ്പോടെ ഒരു 9,500 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഒരു 8 GB റാം, 256 സ്റ്റോറേജ് ഒക്കെ വരുന്ന 5G സ്മാർട്ട് ഫോൺ. നമ്മൾ വില കുറഞ്ഞ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ അതിൻ്റേതായ കുറവുകൾ സെറ്റിന് ഉണ്ടാവും എന്നുള്ള കാര്യം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ.
അല്ല 256 സ്റ്റോറേജ് 8GB റാം എല്ലാം വരുന്നുണ്ട്. 9500 രൂപയാണ് വരുന്നത്. ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. പക്ഷേ അതിൻ്റെ കുറവുകൾ നമുക്കിപ്പോൾ ചെക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ എന്തെങ്കിലും ഒരു കുറവ് അതിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അതിൽ യാതൊരു മാറ്റവും ഇല്ല. പിന്നെ സാംസങ്ങിൻ്റെ ബോക്സ് ഇല്ലാത്ത പീസുകളുണ്ട്, റയർ പീസുകളൊക്കെ OnePlusൻ്റെ. അതായത് ഇത് വന്നിട്ട് OnePlusൻ്റെയാണ്, സിംഗിൾ സിമ്മാണ് കേട്ടോ. ഇത് N200 ആണ് മോഡൽ, 5G സ്മാർട്ട് ഫോണാണ്, ഹൈലൈറ്റ് സാധനമാണ്. ഒരുപാട് കസ്റ്റമറിൻ്റെ നിന്ന് വാങ്ങിച്ച സാധനമാണ്. ഒരു പരാതിയും എനിക്ക് വന്നിട്ടില്ല. റാം സ്റ്റോറേജ് ഒത്തിരി കുറവാണ്. 4GB റാമിൽ 6GB റാമിൽ 64 ഉള്ളൂ സ്റ്റോറേജ്. 5G സ്മാർട്ട് ഫോണും സിംഗിൾ സിമ്മാണ്. 7500 രൂപയാണ് ഗൈസ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് വിത്ത് ബോക്സ് പീസാണ്. ഇത് എൻ്റെ നിന്ന് കുറച്ച് കസ്റ്റമർ എടുത്തിട്ടുണ്ട്. യാതൊരു പരാതിയും ഇതായിരിക്കും വരാത്തൊരു സൈഡ് ഫിംഗറൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലൂടെയാണ്. ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും. OnePlusൻ്റെ വേറെ മോഡലൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് 5G 4G ഒക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ വില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ വില കുറഞ്ഞ് വരുമ്പോൾ കൺഫേം ആയിട്ട് എന്തെങ്കിലും കുറവ് സെറ്റിനുണ്ടാവും. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ കണ്ടതൊന്നും അല്ല കേട്ടോ, ഇനിയും സ്മാർട്ട് ഫോണിലുണ്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ ഷെയർ കൂടെ ചെയ്തോ. നല്ലൊരു ഗീവ് അവേ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ഉടൻ തന്നെ അടുത്ത ഗീവ് അവേ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം. ബൈ ബൈ.